അതിജീവന യാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയന്നിലം നയിക്കുന്ന അതിജീവന യാത്രയ്ക്കാണ് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകിയത്. കാർഷിക വിളകൾക്ക് ന്യായവില ഉറപ്പാക്കുക, രൂക്ഷമായ വന്യമൃഗശല്യം തടയുക, ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് അതിജീവന യാത്ര നടത്തുന്നത്. നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ നൽകിയ സ്വീകരണ സമ്മേളനം കോതമംഗലം രൂപത വികാരി ജനറൽ മോൻസ് ജോർജ് ഫ്രാൻസിസ് കീരമ്പാറ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന് കർഷകർ മാത്രമല്ല, ഇന്ന് അതിൽ കൂടുതൽ ആളുകൾ കേരളത്തിൽ, പ്രത്യേകിച്ചും കേരള സമൂഹത്തിൽ ഇരുളിലും മരണത്തിന് താഴ്വരയിലും ജീവിക്കുന്നവരായിട്ടുണ്ട്. കുട്ടികൾ തന്നെ അവർക്ക് പഠനത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് പഠനം കഴിഞ്ഞാൽ എന്ത് എന്നുള്ള യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ഒരവസ്ഥയിൽ യുവജനങ്ങൾ അവർ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ജോലിയോ സാധ്യതകളോ ഇല്ലാത്ത അവസ്ഥാവിശേഷം. അതുപോലെ കർഷകർ അവർ കൃഷി ചെയ്താൽ ആ കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ അവർക്ക് കിട്ടുമോ എന്ന് തന്നെയില്ല, കിട്ടിയാൽ അതിന് വില കിട്ടുമോ എന്നറിയില്ലാത്ത അവസ്ഥാവിശേഷം. അതുപോലെ മറ്റൊരു കൂട്ടരും മലയോര പ്രദേശങ്ങളിൽ വസിക്കുന്ന ജനങ്ങൾ, അവർക്കവിടെ ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം. വേറൊരു വിഭാഗവും കൂടി ഈ കേരള സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് വൃദ്ധരായ മനുഷ്യരാണ്, പ്രായം ചെന്നവരാണ്. അവർ അത്താണിയില്ലാതെ അശരണരായി കഴിയുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഇരുളിലും മരണത്തിന് താഴ്വരയിലും കഴിയുന്ന ജനങ്ങളാണ് ഈ കേരള സമൂഹത്തിലെ 90% എന്ന് പറയാനായിട്ട് സാധിക്കും. ഇവർക്കാണ് മോചനം വേണ്ടത്. ഇവർക്ക് മോചനം കൊടുക്കാനും ഇവർക്കൊരു അതിജീവനത്തിൻ്റെ വഴി തുറന്നു കൊടുക്കാനും കഴിയുന്ന സംവിധാനങ്ങൾ നിയമപരമായി നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ അവ പ്രായോഗികമായി പ്രവർത്തിക്കുന്നില്ല എന്നത് വലിയ ദുഃഖകരമായ കാര്യം. രൂപതാ പ്രസിഡന്റ് ജോസ് പുതിയിടം അധ്യക്ഷത വഹിച്ചു. ആമുഖ സന്ദേശം റവറൻഡ് ഡോക്ടർ ഫിലിപ്പ് കാവിയേൽ, വിഷയ അവതരണം ഗ്ലോബൽ സമിതി വൈസ് പ്രസിഡന്റ് ജോസുകുട്ടി ഒഴികയിൽ, അനുഗ്രഹ പ്രഭാഷണം മലങ്കര ഓർത്തഡോക്സ് സഭാ മെത്രാപ്പോലീത്ത തോമസ് മാർ അത്താനിയസ് മുഖ്യപ്രഭാഷണം രൂപതാ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ മാനുവൽ പിച്ചിലക്കാട്ടും നിർവഹിച്ചു. ഇത് കർഷകന്റെ കണ്ണീരൊപ്പുവാനുള്ള ഒരു യാത്രയാണ്. കർഷകന്റെ മുഖമില്ലാത്ത കർഷകന്റെ മുഖമുണ്ട് എന്ന് കാട്ടിക്കൊടുക്കുവാനുള്ള ഒരു യാത്രയാണ്. ശബ്ദമില്ലാത്ത കർഷകന് ശബ്ദമുണ്ട് എന്ന് വിളിച്ചോതുന്ന അതിമനോഹരമായിട്ടുള്ള അനന്യമായിട്ടുള്ള ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മൾ ഒന്നുചേർന്ന് നിന്ന് കഴിഞ്ഞാൽ വിജയം നേടുവാൻ നമുക്ക് സാധിക്കും. 3 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചതായിട്ട് നാം ഇവിടെ കാണുകയുണ്ടായി. ഈ പ്രദേശത്ത് സ്വൈര്യമായിട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. ക്ഷുദ്രജീവികളുടെ അതുമല്ലെങ്കിൽ വന്യജീവികളുടെ ആക്രമണം മൂലം ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ നമ്മെ ഏറെ പരിയാകുലരാക്കുന്നുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നത് ഈ വന്യജീവികളെ, മനുഷ്യന് ഉപദ്രവം വരുത്തുന്ന വന്യജീവികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുവാനുള്ള ഇടം ലഭിക്കണമെന്നുള്ള ഒരു വലിയ സന്ദേശം ഈ യാത്ര നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട് എന്നാണ്. മാത്യു കുഴൽനാടൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ്, ഡോക്ടർ MB മത്തായി, രാജേഷ് ജോൺ, എൽദോ ബാബു വട്ടക്കാവിൽ, EM കുര്യാക്കോസ് തുടങ്ങിയവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഫാദർ കുര്യാക്കോസ് കൊടകലിൽ, ഐപ്പച്ചൻ തടിക്കാട്, പ്രൊഫസർ രാജീവ് ജോസഫ്, ജോസ് ഇലഞ്ഞിക്കൽ, രാജേഷ് പഠനമാക്കൽ, റവറൻഡ് ഡോക്ടർ ആന്റണി പുത്തംകുളം, അഡ്വക്കേറ്റ് ബിജു പറയന്നിലം മറുപടി പ്രസംഗം നടത്തി. ഗ്ലോബൽ സമിതി സെക്രട്ടറി ഐപ്പച്ചൻ തടിക്കാട്ട് സ്വാഗതവും ഗ്ലോബൽ വർക്കിംഗ് കമ്മിറ്റി അംഗം ജോസ് ഇലഞ്ഞിക്കൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ.